ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ജലത്തിനു മീതെ നടക്കുന്ന യേശുവിനെ കാണുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഭയവും ഉത്കണ്ഠയും നിരാശയുമെല്ലാം ശിഷ്യന്മാരെ പോലെ നമ്മെയും കീഴടക്കുന്നത്? യേശു എപ്പോഴും പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. എന്നാൽ ഈ വാക്കുകൾ നമ്മളുടെ ഹൃദയത്തിൽ മുഴങ്ങാത്തത് കൊണ്ടാണ്, നമ്മുടെ ചെവികളിൽ മുഴങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഭയവും ഉത്കണ്ഠയും നിരാശയുമെല്ലാം വന്നു ചേരുന്നത്. ഇവിടെ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും നിരാശയ്ക്കുമെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ. അത് നാം ദൈവത്തെ ശിഷ്യന്മാരെ പോലെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എങ്കിൽ ദൈവത്തെയും ദൈവസ്നേഹത്തെയും കുറിച്ച് നാം ആഴത്തിൽ മനസ്സിലാക്കണം. നാം സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് അവരുടെ ഹൃദയം മന്ദീഭവിച്ചുവെന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ഹാർഡൻഡ്, കഠിനമാക്കപ്പെട്ടുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ അപ്പത്തെക്കുറിച്ച്, അപ്പം വർദ്ധിപ്പിക്കലിനെ കുറിച്ചുള്ള അത്ഭുതം അവർ കണ്ടതേയുള്ളൂ. എങ്കിലും അത് അവർക്ക് മനസ്സിലായില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അവരുടെ ഹൃദയം മന്ദീഭവിച്ചു പോകുന്നു. അതായത് ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട്, ദൈവശക്തിയെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പിറകെ അത്ഭുതങ്ങൾ കണ്ടിട്ടും, യേശുവിൻ്റെ പഠനങ്ങളുടെ പിറകെ പഠനങ്ങൾ കേട്ടിട്ടും അവർക്ക് യേശുവിനെ മനസ്സിലാക്കാനായിട്ടോ ആഴത്തിൽ വിശ്വസിക്കാനായിട്ടോ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയം സ്വതന്ത്രമാക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും അറിയാനായിട്ട് ശ്രമിക്കുക. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലും ചെവികളിലും മുഴങ്ങട്ടെ. ധൈര്യമായിരിക്കും, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന വാക്കുകൾ. ഞാനാണെന്ന വാക്ക് യേശു ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത അതേ വാക്ക് തന്നെയാണ്. ഞാനാകുന്നവനാകുന്നു എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കടൽ എന്ന് പറയുന്നത് ഈ ലോകമാണ്. ഈ കടലിലെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ, നമ്മുടെ ജീവിതത്തിലെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. എന്നാൽ ജലത്തിനു മീതെ നടക്കുന്നതിലൂടെ യേശുനാഥൻ സകലതിന്മേലും തനിക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശു വഞ്ചിയിൽ കയറുന്നുണ്ട്. അതായത് വഞ്ചിയിൽ കയറാനായിട്ട് അവിടുന്ന് സന്നദ്ധനാണ്. നാം ക്ഷണിക്കുമെങ്കിൽ നമ്മുടെ ഗാർഹിക സഭകളാകുന്ന വഞ്ചിയിൽ അവിടുന്ന് കയറുവാനായിട്ട് സന്നദ്ധനാണ്. നാം അനുവദിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ ഉത്കണ്ഠയും ഭയവും നിരാശയുമെല്ലാം അകറ്റുവാനായിട്ട് യേശു വരും നമ്മുടെ കൂടെ. അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും, ഇത് ഞാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.